നമസ്കാരം. ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയത്തിൽ സുരക്ഷാ ഭീഷണി എന്നത് ആശങ്ക മാത്രമെന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. വന്യജീവി ആക്രമണത്തിൽ സർക്കാരിന് നിസ്സംഗത, മലയോര ജനതയെ വിധിക്ക് വിട്ടുകൊടുക്കരുതെന്ന് VD സതീശൻ. നെന്മാറ ഇരട്ട കൊലപാതകം ഒന്നാം പ്രതി പോലീസ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. സാമ്പത്തിക പ്രതിസന്ധി, കേന്ദ്രത്തോട് 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ട് കേരളം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15-ന് പ്രകടന പത്രിക പുറത്തിറക്കി ആം ആദ്മി പാർട്ടി. വാർത്തകൾ വിശദമായി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സുരക്ഷാ ഭീഷണിയുണ്ടെന്നത് ആശങ്ക മാത്രമെന്ന നിരീക്ഷണവുമായി സുപ്രീം കോടതി. 135 വർഷത്തെ കാലവർഷം അണക്കെട്ട് മറികടന്നതാണെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. അണക്കെട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ 3-അംഗ ബെഞ്ച് പരിഗണിക്കുമെന്നും സുപ്രീം കോടതി അറിയിച്ചു. വർഷങ്ങളായി ഡാം പൊട്ടുമെന്ന ഭീതിയിൽ ആളുകൾ ജീവിക്കുകയാണെന്നും എന്നാൽ ഡാമിന്റെ ആയുസ് പറഞ്ഞതിനേക്കാൾ 2 ഇരട്ടി കഴിഞ്ഞല്ലോ എന്നും ജസ്റ്റിസ് ഋഷികേശ് റോയ് ചോദിച്ചു. താനും ഈ ആശങ്കയിൽ കേരളത്തിൽ 1.5 വർഷത്തോളം ജീവിച്ചതാണെന്നും ജസ്റ്റിസ് ഋഷികേശ് റോയ് പറഞ്ഞു. അതിനിടെ ഈ മാസം 16-നാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് കൈമാറിയത്. അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കാൻ പുതിയ മേൽനോട്ട സമിതിയും കേന്ദ്രം രൂപവൽക്കരിച്ചു. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും പ്രതിനിധികൾ സമിതിയിൽ അംഗങ്ങളാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് കൈമാറുമെന്ന് നേരത്തെ കേന്ദ്ര ജല കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡാം സുരക്ഷാ അതോറിറ്റിക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ കാര്യങ്ങൾ കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് കേന്ദ്ര ജലശക്തി മന്ത്രാലയം പുറത്തിറക്കിയത്. നിലവിലുണ്ടായിരുന്ന മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി പിരിച്ചുവിടുകയും പുതിയ മേൽനോട്ട സമിതിക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. നേരത്തെ മേൽനോട്ട സമിതിയുടെ അധ്യക്ഷൻ ജല കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു. ദേശീയ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ ചെയർമാനായിരിക്കും പുതിയ മേൽനോട്ട സമിതിയുടെ അധ്യക്ഷനെന്നും കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഉത്തരവിൽ പറയുന്നു. മേൽനോട്ട സമിതിയിൽ 7 അംഗങ്ങളുണ്ടായിരിക്കും. ഇതിൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരും തമിഴ്നാട്ടിലെ കാവേരി സെല്ലിന്റെ ചെയർമാനും കേരളത്തിന്റെ ഇറിഗേഷൻ വകുപ്പ് ചെയർമാനും അംഗമായിരിക്കും. ബാംഗ്ലൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ സെന്റർ ഫോർ എക്സലൻസിലെ ഒരു അംഗത്തിനെയും മേൽനോട്ട സമിതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. മലയോരത്തെ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പഞ്ചാരക്കൊല്ലിയിൽ കടുവ കൊന്ന രാധയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിധി എന്താണോ അതുപോലെ ആയിക്കോട്ടെ, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന നിസ്സംഗതയാണ് സർക്കാരിനെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. പഞ്ചാരക്കൊല്ലിയിൽ കടുവ കൊന്ന രാധയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിധി എന്താണോ അതുപോലെ ആയിക്കോട്ടെ, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന നിസ്സംഗതയാണ് സർക്കാരിനെന്നും സതീശൻ കുറ്റപ്പെടുത്തി. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വന്യജീവി ആക്രമണം കുറഞ്ഞെന്ന് എഴുതിവെച്ചു. ആക്രമണം കൂടിയെന്ന് സർക്കാരിന്റെ തന്നെ കണക്കുണ്ട്. വന്യജീവി ആക്രമണത്തിൽ 1000-ലധികം പേർ മരിച്ചു. മലയോര ജനതയുടെ വിധിയെന്ന് പറഞ്ഞേ ആശ്വസിക്കാം. വന്യജീവി ആക്രമണത്തിന് ഇരയായവർക്ക് പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ പോലും നടപ്പാക്കുന്നില്ലെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള മലയോര ജാഥയ്ക്ക് ശേഷം സർക്കാരിലേക്ക് പരിഹാരമാർഗങ്ങൾ സമർപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. എല്ലാ മേഖലയിലുള്ള ആളുകളുമായി ആലോചിച്ചാണ് പരിഹാരമാർഗം നിർദ്ദേശിക്കുന്നത്. നിയമസഭയിൽ എല്ലാ സമ്മേളനത്തിലും വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ പരിഹാരമുണ്ടാകുന്നില്ല. 4 അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ചുവെന്നും VD സതീശൻ വ്യക്തമാക്കി. രാധയെ കടുവ ആക്രമിച്ചു കൊന്നതിന് പിന്നാലെ പ്രതികരിച്ച് പ്രിയങ്ക ഗാന്ധി രംഗത്തെത്തിയിരുന്നു. വയനാട്ടിൽ നിരന്തരമായി നടക്കുന്ന വന്യജീവി ആക്രമണത്തിൽ ജനങ്ങൾ ഭീതിയിലാണെന്നും ജനങ്ങളുടെ ആശങ്ക അകറ്റി സുരക്ഷ ഉറപ്പാക്കുന്ന നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നും പ്രിയങ്ക ആവശ്യപ്പെട്ടിരുന്നു. പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപം വെള്ളിയാഴ്ച രാവിലെ 8:30-യോടെയായിരുന്നു 47-കാരിയായ രാധ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. തണ്ടർബോൾട്ട് ടീമാണ് പകുതി ഭക്ഷിച്ച നിലയിൽ രാധയുടെ മൃതദേഹം കണ്ടെത്തിയത്. മാനന്തവാടിയിൽ വനംവകുപ്പ് താൽക്കാലിക വാച്ചറായ അപ്പച്ചന്റെ ഭാര്യയായിരുന്നു രാധ. കാപ്പിക്കുരു പറിക്കുന്നതിനായി എസ്റ്റേറ്റിലെത്തിയ രാധയെ കടുവ പതിയിരുന്ന് ആക്രമിക്കുകയായിരുന്നു. രാധയുടെ കഴുത്തിൽ കടിച്ചു വലിച്ച കടുവ 100 മീറ്ററോളം വലിച്ചിഴച്ചിരുന്നു. സംഭവം വാർത്തയായതിന് പിന്നാലെ വനംവകുപ്പിനെതിരായ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. എന്ത് ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങളാണ് സർക്കാർ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ കാര്യങ്ങൾ ഞങ്ങൾ പറയും. അത് എല്ലാ വിഭാഗം ആളുകളുമായി ഉള്ള കൂടിയാലോചനകൾ നടത്തിയിട്ടാണ് അത് പറയുന്നത്. ഇപ്പോൾ തന്നെയുള്ള പ്രശ്നം പരമ്പരാഗതമായി ഈ ആക്രമണങ്ങൾ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് ഇല്ലേ?
മതിലുകളുണ്ട്, കിടങ്ങൾ നിർമ്മിക്കും, സൗരോർജ്ജ വേലി ഉണ്ടാക്കും, അതുപോലെ റെയിൽ ഗാർഡ് ഉണ്ടാക്കും, ഒരുപാട് കാര്യങ്ങൾ. നിയമസഭയിൽ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞ 4 വർഷമായി ഇത്തരം ഒരു കാര്യവും ചെയ്തിട്ടില്ല. എന്നിട്ട് ഗവർണറുടെ പ്രസംഗത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് കേരളത്തിൽ വന്യജീവി ആക്രമണം കുറഞ്ഞു വരികയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി നിയമസഭയിൽ പറയാണ് കുറഞ്ഞു വരികയാണ്. അപ്പൊ ഞങ്ങൾ കണക്കെടുത്ത് കാണിച്ചു. കണക്ക് ഞങ്ങളുണ്ടാക്കിയ കണക്കല്ല, സർക്കാരിന്റെ തന്നെ ഒരു കണക്കുണ്ട്. ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. 2019, 20 തൊട്ട് 24, 25 വരെയുള്ള വർഷങ്ങളിൽ ഇതിന്റെ എണ്ണം ഭയങ്കരമായി കൂടി. സത്യത്തിൽ കഴിഞ്ഞ ഒരു 7-8 വർഷം കൊണ്ട് 60,000-ത്തിലധികം വന്യജീവി ആക്രമണങ്ങൾ കേരളത്തിലുണ്ടായി. എന്നിട്ടാണ് കുറഞ്ഞു വരിക എന്ന് പറയുന്നത്. 1000-ത്തിലധികം പേര് മരിച്ചു. അപ്പോ ഇത് ഗൗരവത്തോടു കൂടി എടുത്തവർ. പിന്നെ മറ്റു പല സംസ്ഥാനങ്ങളും ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കുകയാണ്, ഡിറ്ററന്റുകൾ ഉപയോഗിക്കുകയാണ്. ഒന്ന്, ഇത് വരുമോ ഇല്ലയോ എന്ന് മുൻകൂട്ടി പറയാൻ കഴിയാവുന്ന സംവിധാനങ്ങൾ ഇന്നുണ്ട്. ഇനി ഏത് തരത്തിലുള്ള മൃഗങ്ങളാണ് വരുന്നതെങ്കിലും അതിനെ തിരിച്ചോടിക്കാൻ, കാട്ടിലേക്ക് ഓടിക്കാൻ ഉള്ള സംവിധാനങ്ങൾ പല സ്ഥലത്ത് ഏർപ്പെടുത്തി. തമിഴ്നാടും കർണാടകയും മധ്യപ്രദേശും ഹിമാചലൊക്കെ ഏർപ്പെടുത്തി. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ വനവകുപ്പും വന്യജീവി വകുപ്പും ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. ലോകം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. എന്തെല്ലാം സങ്കേതങ്ങളും ഡിവൈസസുമാണ്, എന്തെല്ലാം മെക്കാനിസമാണ് പുതിയതായിട്ടുണ്ടായിരിക്കുന്നത്. പഴയത് ചെയ്യുന്നില്ല, പുതിയതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. ഇത് രണ്ടും ചെയ്യാതെ ഞങ്ങളുടെ പരാതി സർക്കാർ ജനങ്ങളെ, മലയോരത്തെ ജനങ്ങളെ അവരുടെ വിധിക്ക് വിധി എന്താണ് അതുപോലെ ആയിക്കോട്ടെ എന്ന്. ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, നിസ്സംഗതയാണ്. വന്യജീവി നിയമത്തിന് ഭേദഗതി വരുത്തണം. കേരളത്തിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള മുഴുവൻ UDF MPമാരും ആ കാര്യത്തിൽ അതിശക്തമായ നിലപാടെടുക്കുകയാണ്. പാർലമെന്റിൽ ഇപ്പൊ പാർലമെന്റ് സമ്മേളനം തുടങ്ങുമ്പോൾ ഏറ്റവും ശക്തിയായി എല്ലാ ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള മുഴുവൻ അംഗങ്ങളും UDF അംഗങ്ങളും ഈ വന്യജീവി നിയമത്തിന് ഭേദഗതി ആവശ്യമായ കാലാനുസൃതമായ ഭേദഗതി വരുത്തണം എന്നുള്ള നിലപാട് ശക്തിപ്പെടുത്തുകയാണ്. അത് വേണം. പക്ഷേ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യണ്ടേ? ഇപ്പൊ ഈ നഷ്ടപരിഹാരം, ഇപ്പോ വാച്ചർമാര് ഇവിടെ തന്നെ പറഞ്ഞല്ലോ, വാച്ചർമാരില്ല, ആവശ്യത്തിന് വാച്ചർമാരില്ല, കാർഡ് അറിയുന്ന വാച്ചർമാർ വേണ്ടേ? അവർക്കല്ലേ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള സ്റ്റാഫില്ല, സംവിധാനങ്ങളില്ല. ഇതൊരു കടുവ ഇറങ്ങി എന്ന് പറയുമ്പോഴാണ് ഇപ്പോൾ ഒരേ സമയത്ത് 4-5 കടുവ ഇറങ്ങിയ എന്ത് ചെയ്യാനാ? എങ്ങനെ പുറത്തിറങ്ങും? എങ്ങനെ? ഭീതിയാണ്, എല്ലാവരുടെയും മനസ്സിൽ ഭീതിയാണ്. നിങ്ങൾക്കറിയാം, മാനന്തവാടിയിൽ അജീഷിന്റെ വീട്ടിൽ പോയപ്പോൾ അജീഷിന്റെ കുഞ്ഞുമകള് നമ്മളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇല്ലേ? ഇനിയെങ്കിലും എന്നെ പോലെ ഒരു അനാഥ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്നാണ് നമ്മളോട് ചോദിച്ചത്. നമ്മളോട് എല്ലാവരോടുള്ള ചോദ്യമല്ലേ? അപ്പൊ ഒരു സർക്കാർ ഈ നിസ്സംഗത വെടിഞ്ഞ് ഗൗരവതരമായി കൂടിയാലോചനകൾ നടത്തി അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം. അതിൽ സർക്കാരിന്മേൽ, ഇരു സർക്കാരിന്റെ മീതെയും ശക്തമായ സമ്മർദ്ദം കൂടിയാണ് ഞങ്ങൾ ഈ മലയോര സമരയാത്രയുമായി പോയിരിക്കുന്നത്. KPCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറയുണ്ടായി, ഞാനുള്ള കാലത്തും ഞാൻ മന്ത്രിയായിരിക്കുന്ന കാലത്തും ഇത്തരത്തിൽ വന്യജീവി ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അത് സാധാരണ എല്ലാ കാലത്തും ഉണ്ടാകാറുള്ളതാണ്. അതിന് കാര്യമായ എല്ലാ കാലത്തും അതെന്താ തെറ്റെന്താ പറഞ്ഞാൽ എന്താ തെറ്റ്? അദ്ദേഹത്തിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞത് അതുകൂടി നിങ്ങൾ കേട്ടില്ലേ? അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പറഞ്ഞല്ലോ. ചെയ്ത കാര്യങ്ങൾ അന്ന് കിടങ്ങു കുഴിച്ചു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇപ്പൊ തന്നെ ഈ വയനാട്, ഇവിടെ കണ്ണൂരിൽ ആറളത്ത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്താണ് 13 കോടി രൂപ മുടക്കിയിട്ട് മതിൽ പണിതൊന്നും ചെയ്യാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്, നിങ്ങളുടെ വ്യാഖ്യാനമാണ്, കൈരളിയുടെ വ്യാഖ്യാനമാണ്. അദ്ദേഹം പറഞ്ഞത് അന്ന് ഇത്രയും വലിയ ആക്രമണങ്ങൾ ഇല്ല, ഇത്രയും എണ്ണം കൂടിയിട്ടില്ല, ഇത്രയും പെരുപ്പവും ഇല്ല. എന്നിട്ട് പോലും അന്ന് ഈ പരമ്പരാഗതമായ രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, എത്ര വർഷം മുമ്പുള്ള കാര്യം അദ്ദേഹം പറഞ്ഞത്? 20 വർഷം മുമ്പ്. അദ്ദേഹം മന്ത്രിയായിരുന്നത് 20 വർഷം മുമ്പ്. M.M. ഹസൻ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. 20 വർഷം മുമ്പ് ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ 20 വർഷം കൊണ്ട് ഈ വയനാട്ടിൽ അന്ന് 150 കടുവ ഉണ്ടോ? 150 കടുവ ഇല്ല. ഇത്രയും ആനകൾ ഇറങ്ങാറുണ്ടോ? ഇല്ല. ഇത്രയും പന്നിക്കൂട്ട് ആക്രമിക്കാറുണ്ടോ? ഇല്ല. ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം ഉണ്ടാവും, ഇടയ്ക്ക് ഇറങ്ങി വരും. 20 വർഷം മുമ്പുള്ള സ്ഥിതി അല്ല. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുവാനും മാന്ദ്യത്തിൽ നിന്ന് കരകയറുവാനും കേന്ദ്രത്തോട് 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ട് കേരളം. കടമെടുപ്പ് പരിധി 3.5% ഉയർത്തണമെന്നും അത് ഉപാധിരഹിതമാകണമെന്നും ബജറ്റിന് മുന്നോടിയായി കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കും വയനാട് പുനരധിവാസത്തിനും ഇത്തവണ ബജറ്റിൽ പ്രത്യേക പരിഗണന ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. കടമെടുപ്പ് പരിധി വെട്ടിച്ചുരുക്കുന്നതിനെ ചൊല്ലി കോടതി കയറിയ തർക്കങ്ങൾക്കൊടുവിലാണ് കേന്ദ്ര ബജറ്റ് വരുന്നത്.
കേന്ദ്രാവിഷ്കൃത പദ്ധതി നടത്തിപ്പിനെ സമാഹരിക്കുന്ന വായ്പ പോലും കടപരിധിയിൽ ഉൾപ്പെടുത്തുന്ന കേന്ദ്ര നയത്തിനെതിരെ കടുത്ത പ്രതിഷേധമുന്നയിക്കുന്ന കേരളം അത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായും കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെക്കുന്നത്. അടുത്ത സാമ്പത്തിക വർഷം 3.5% കടമെടുപ്പ് പരിധി ഉയർത്തണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. ഒപ്പം ഊർജ്ജ മേഖലയിലെ നേട്ടത്തിന് അനുവദിച്ച 1.5% തുടരണമെന്നും ആവശ്യപ്പെടുന്നു. മാന്ദ്യം മറികടക്കാൻ 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജാണ് ധനമന്ത്രി KN ബാലഗോപാൽ കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. തിരിച്ചടവ് വ്യവസ്ഥയില്ലാത്ത VGF അടക്കം വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് 5,000 കോടിയും ആവശ്യപ്പെടുന്നു. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ശാശ്വത പരിഹാരത്തിന് കേന്ദ്ര ബജറ്റിൽ ഇത്തവണ പ്രത്യേക പരിഗണന ഉണ്ടാകുമെന്നാണ് കേരളത്തിന്റെ കണക്കുകൂട്ടൽ. 4,500 കോടിയെങ്കിലും മാറ്റിവെക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മനുഷ്യമൃഗ സംഘർഷ മേഖലകളിൽ പ്രശ്ന പരിഹാരത്തിന് 1,000 കോടിയെങ്കിലും വകയിരുത്തലും പ്രതീക്ഷിക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യ മേഖലയിൽ വൻകിട മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ട സിൽവർ ലൈൻ, അങ്കമാലി ശബരി, തലശ്ശേരി മൈസൂർ റെയിൽപാതകൾ തുടങ്ങിയവയെല്ലാം പരിഗണനയിൽ ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നെന്മാറ ഇരട്ട കൊലപാതകത്തിൽ പോലീസിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. കേസിൽ യഥാർത്ഥത്തിൽ ഒന്നാം പ്രതി പോലീസാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ. പ്രതിയോട് വിനയപൂർവ്വം ബഹുമാനം നൽകിയാണ് പോലീസ് പെരുമാറിയത്. ഇത് അഖിലയ്ക്കും അതുല്യയ്ക്കും അച്ഛനെ ഇല്ലാതാക്കി. നീച പ്രവൃത്തിയാണ് പോലീസ് കാണിച്ചത്. ജാമ്യവ്യവസ്ഥ ലംഘിച്ച് നാട്ടുകാരെ ഭീഷണിപ്പെടുത്തിയ പ്രതിയെ പോലീസ് എങ്ങനെയാണ് കണ്ടില്ലെന്ന് നടിച്ചതെന്നും രാഹുൽ ചോദിച്ചു. പോലീസിനെ ശമ്പളം നൽകുന്നതിന് പകരം കോലം നിർമ്മിച്ച് സ്ഥാപിക്കുന്നതാണ് നല്ലത്. ക്രൂരകൃത്യം ചെയ്യാൻ ചെന്താമരയ്ക്ക് ഒത്താശ ചെയ്തത് പോലീസാണ്. ചെന്താമര എന്ന ചുവപ്പും കാവ്യയും നിറഞ്ഞ പേരാണോ പ്രതിയെ പിടിക്കാൻ പോലീസിന് തടസ്സമെന്നും പ്രതിഷേധക്കാരെ തടയാൻ കാണിച്ച ജാഗ്രത ചെന്താമരയെ തടയാൻ പോലീസ് കാണിക്കണമായിരുന്നുവെന്നും രാഹുൽ പറഞ്ഞു. ജാമ്യവ്യവസ്ഥ ലംഘിച്ച് പ്രതിയെത്തിയത് പോലീസിന്റെ പ്രതിയോടുള്ള വിധേയത്വം കൊണ്ടാണ്. അതേസമയം നെന്മാറ ഇരട്ടക്കൊലപാതകത്തിലെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തുവന്നു. സുധാകരന്റെ ശരീരത്തിൽ 8 വെട്ടുകളുണ്ടെന്ന് റിപ്പോർട്ടിലുണ്ട്. കൈയിലും കാലിലും കഴുത്തിലും തലയിലുമാണ് വെട്ടേറ്റിരിക്കുന്നത്. വലത് കൈ അറ്റ് നീങ്ങിയിട്ടുണ്ട്. കഴുത്തിന്റെ പിറകിലെ വെട്ട് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ആദ്യത്തെ വെട്ടേറ്റിരിക്കുന്നത് കാലിന്റെ മുട്ടിനാണ്. സുധാകരന്റെ അമ്മ ലക്ഷ്മിയുടെ ശരീരത്തിൽ 12 വെട്ടുകളാണുള്ളത്. ലക്ഷ്മിയുടെ ശരീരത്തിലുള്ളത് അതിക്രൂരമായ ആക്രമണത്തിന്റെ മുറിവുകളാണ്. കണ്ണിൽ നിന്നും ചെവി വരെ നീളുന്ന ആഴത്തിലുള്ള മുറിവുണ്ട്. ഇവരുടെ ശരീരത്തിൽ ഇതാണ് മരണത്തിന് കാരണമായത്. അതേസമയം ഇന്നലെ നടന്ന കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി ചെന്താമരയെ ഇതുവരെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. തിരുപ്പൂരിലെ ബന്ധുവീട്ടിൽ പ്രതി എത്തിയിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു. പ്രതിക്കായി ഇന്നലെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന വരെ നടന്നിരുന്നു. കൊല്ലപ്പെട്ട സുധാകരന്റെയും അമ്മ ലക്ഷ്മിയുടെയും സംസ്കാരം ഇന്ന് നടന്നു. കൂത്താട്ടുകുളം കൗൺസിലർ കലാരാജുവിന്റെ മകൻ ബാലുവിനെതിരായ CPM നേതാവിന്റെ പരാതി വ്യാജമെന്ന് പോലീസ്. തിരുമാറാടി ലോക്കൽ കമ്മിറ്റി അംഗം സിബി പൗലോസാണ് കലാരാജുവിന്റെ മകൻ ബാലുവും സുഹൃത്തുക്കളും ചേർന്ന് ആക്രമിച്ചെന്ന് പരാതി നൽകിയത്. പരാതി വ്യാജമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കേസ് എഴുതിത്തള്ളുമെന്ന് പോലീസ് വ്യക്തമാക്കി. അവിശ്വാസ പ്രമേയ ചർച്ചയുടെ ദിവസം CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപം വെച്ച് കലാരാജുവിന്റെ മകനും സുഹൃത്തുക്കളും ചേർന്ന് ആക്രമിച്ചു എന്ന CITU തൊഴിലാളിയുടെ പരാതിയിലാണ് കലയുടെ മകൻ ബാലു, സുഹൃത്തുക്കളായ അഭിനവ് ഷാജി, എമിൽ റെജി എന്നിവർക്കെതിരെ കേസെടുത്തത്. എന്നാൽ പരാതി നൽകിയ ആൾ ആശുപത്രിയിൽ നിന്ന് നൽകിയ മൊഴിയിൽ തന്നെ ആക്രമിച്ചതായി പറയുന്നത് മറ്റ് ചിലരാണ്. കഴിഞ്ഞ ദിവസം നൽകിയ പരാതിയിലാവട്ടെ ബാലുവിന്റെയും സുഹൃത്തുക്കളുടെയും പേരുകളും. ഉടൻ തന്നെ കേസെടുത്തെങ്കിലും പിന്നീട് പരിശോധിച്ചപ്പോഴാണ് മൊഴികളിലെ വൈരുദ്ധ്യം ബോധ്യപ്പെടുന്നത്. ഇതോടെ കേസ് നിലനിൽക്കില്ലെന്ന് ബോധ്യപ്പെട്ട പോലീസ് പിൻവലിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. തനിക്കും മകനുമെതിരായ ഗൂഢാലോചനയുടെ ഫലമായാണ് ഈ സംഭവമെന്ന് കലാരാജു പ്രതികരിച്ചു. സംഭവം നടന്നു എന്ന് പറയുന്ന ദിവസം മകൻ എറണാകുളത്തായിരുന്നുവെന്നും തെളിയിക്കാൻ സാധിക്കുമെന്നും അവർ പറഞ്ഞു. ആക്രമണം നടന്നു എന്ന് പറയുന്ന സമയത്ത് താൻ എറണാകുളത്തായിരുന്നുവെന്നും ഉച്ചയ്ക്ക് 1:30 പോലീസ് സ്റ്റേഷനിൽ എത്തിയതെന്നും ബാലുവും വ്യക്തമാക്കിയിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നും മറ്റെവിടേക്കും പോയിട്ടില്ല. പോലീസ് വാഹനത്തിലാണ് അമ്മയുടെ അടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത്. തന്റെ കുടുംബത്തോട് CPM പ്രതികാര നടപടി ആരംഭിച്ചു എന്നതിന് തെളിവാണിത്. ഇതിൽ ഭയമുണ്ടെന്നും ബാലു പറഞ്ഞു.
CPM ടിക്കറ്റിൽ മത്സരിച്ച് കൗൺസിലറായ കലാരാജു കൂറുമാറാൻ ശ്രമിച്ചു എന്ന പേരിൽ പാർട്ടിക്കാർ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. വസ്ത്രാക്ഷേപം നടത്താൻ ശ്രമിച്ചെന്നും കയ്യേറ്റം ചെയ്തെന്നും കാലുവെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമുള്ള കലാരാജുവിന്റെ പരാതിയിൽ ഒട്ടേറെ പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും 4 പേർ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. നഗരസഭാ ചെയർപേഴ്സന്റെ പരാതിയിൽ UDF നേതാക്കൾക്കെതിരെയും കേസുണ്ട്. ഇതിനിടെയാണ് കലാരാജുവിന്റെ മകനെതിരെ പരാതി ഉയരുന്നതും പോലീസ് കേസെടുക്കുന്നതും. ഇന്നലെ സമാപിച്ച CPM ജില്ലാ സമ്മേളനത്തിലും കൂത്താട്ടുകുളത്തെ പാർട്ടി നടപടിയെ ശരിവെക്കുന്ന രീതിയിലാണ് പ്രതിനിധികൾ സംസാരിച്ചത്. UDFന്റെ കുതിരക്കച്ചവടം പരാജയപ്പെടുത്തുകയാണ് പാർട്ടി ചെയ്തത് എന്നാണ് ചർച്ചയിൽ പങ്കെടുത്തവരുടെ അഭിപ്രായം. 2020 മുതൽ മുടങ്ങിക്കിടക്കുന്ന കൈലാസ മാനസ സരോവർ യാത്രയും നേരിട്ടുള്ള വിമാന സർവീസും പുനരാരംഭിക്കുവാൻ ഇന്ത്യ ചൈന ധാരണ. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ ചൈനീസ് സന്ദർശനത്തിലാണ് കൈലാസ യാത്ര പുനരാരംഭിക്കുന്ന കാര്യത്തിൽ തീരുമാനമായത്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി മിശ്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. യാത്രയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള കരാറുകൾ പ്രകാരമുള്ള രീതികൾ സെക്രട്ടറി തല ചർച്ചയിൽ ഉയർന്നിരുന്നു. നിലവിലുള്ള കരാറുകൾ പ്രകാരമായിരിക്കും വിമാന സർവീസും പുനരാരംഭിക്കുക. കഴിഞ്ഞ ഒക്ടോബറിൽ റഷ്യയിലെ കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ അന്ന് ചർച്ചയിൽ വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് 2020 കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന യാത്ര പുനരാരംഭിക്കാൻ ധാരണയായത്. ഗാൽവാനിലെ നിയന്ത്രണ രേഖയിൽ സ്ഥിതിഗതികൾ ശാന്തമായതോടെ ഇരു രാജ്യങ്ങളും കഴിഞ്ഞ വർഷം സേനയെ പിൻവലിച്ചിരുന്നു. ഇതോടെയാണ് നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താനുള്ള നടപടികളിലേക്ക് കടന്നത്. അതിനിടെ നദികളുമായി ബന്ധപ്പെട്ട ജലശാസ്ത്രപരമായ വിവരങ്ങളും മറ്റു സഹകരണവും പുനരാരംഭിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ ചൈന വിദഗ്ധതല യോഗം ചേരാനും ചൈന സമ്മതിച്ചെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ചർച്ചകൾ പടിപടിയായി പുനരാരംഭിക്കുന്നതിനും മുൻഗണനാ മേഖലകളെ അഭിസംബോധന ചെയ്യുന്നതിനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിന് ഇരു രാജ്യങ്ങളും തത്വത്തിൽ സമ്മതിച്ചു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കാനും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കാനും ഇരു രാജ്യങ്ങളും ധാരണയായി. സാമ്പത്തിക വ്യാപാര മേഖലകളിലെ പ്രത്യേക ആശങ്കകളും ചർച്ച ചെയ്തു. മഹാകുംഭമേളയിൽ BJP നേതാക്കൾ പങ്കെടുക്കുന്നതിനെ വിമർശിച്ച കോൺഗ്രസ് നേതാവ് മല്ലികാർജുൻ ഖാർഗെ ഗംഗയിൽ മുങ്ങി നിവരുന്നതുകൊണ്ട് രാജ്യത്തെ ദാരിദ്ര്യം ഇല്ലാതാകുമോ എന്ന് ചോദിച്ചാണ് ഖാർഗെ രംഗത്തെത്തിയത്. മധ്യപ്രദേശിലെ മഹുവിൽ സംഘടിപ്പിച്ച കോൺഗ്രസ് റാലിയിൽ സംസാരിക്കവെയാണ് ഖാർഗെയുടെ വിമർശനം. ആരുടെയും വിശ്വാസത്തെ താൻ ചോദ്യം ചെയ്യുന്നില്ല. ആർക്കെങ്കിലും വിഷമം തോന്നുന്നുവെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഒരു കുട്ടി വിശന്ന് മരിക്കുമ്പോൾ, സ്കൂളിൽ പോകാൻ സാധിക്കാത്ത അവസ്ഥയുള്ളപ്പോൾ, തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട വേതനം കിട്ടാതെ വരുമ്പോൾ, ഇങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കെ ഈ നേതാക്കൾ കോടിക്കണക്കിന് പണമാണ് കുംഭമേളയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. എന്നിട്ട് ഗംഗയിൽ സ്നാനം ചെയ്യുകയും ചെയ്യുന്നു. ഇതൊക്കെ നല്ല ഫോട്ടോകൾ എടുക്കാൻ കൊള്ളാമെന്നും ക്യാമറകൾക്ക് മുന്നിൽ ഗംഗയിൽ മുങ്ങുന്നത് മത്സരമാക്കി മാറ്റിയിരിക്കുകയാണെന്നും ഖാർഗെ ആരോപിച്ചു. ഇവർക്ക് രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. നമ്മുടെ വിശ്വാസം ദൈവത്തിലാണ്. എല്ലാ ദിവസവും ആളുകൾ വീടുകളിൽ പൂജ നടത്താറുണ്ട്. സ്ത്രീകൾ വീടിന് പുറത്തിറങ്ങുന്നത് തന്നെ പൂജകൾക്ക് ശേഷമാണ്. അതിലൊന്നുമല്ല പ്രശ്നം. പാവപ്പെട്ടവരെ മതത്തിന്റെ പേരിൽ ചൂഷണം ചെയ്യുന്നതാണ് യഥാർത്ഥ പ്രശ്നമെന്നും മല്ലികാർജുൻ ഖാർഗെ കൂട്ടിച്ചേർത്തു. അതേസമയം ഖാർഗെയുടെ പരാമർശത്തിനെതിരെ BJP രംഗത്തു വന്നു. കോടിക്കണക്കിന് വരുന്ന ഹിന്ദുക്കളെയാണ് കോൺഗ്രസ് നേതാവ് അപമാനിച്ചതെന്ന് BJP വക്താവ് സാംബിത് പത്ര ആരോപിച്ചു. ലോകം മുഴുവൻ ഈ വിശ്വാസത്തെ ആദരിക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി മഹാകുംഭമേളയെയും ഈ വിശ്വാസത്തെയും പരിഹസിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗംഗയിൽ മുങ്ങിയാൽ ദാരിദ്ര്യം മാറുമോ? ആളുകൾക്ക് ജോലി ലഭിക്കുമോ? അവർക്ക് സന്തോഷം ലഭിക്കുമോ എന്നൊക്കെയാണ് ഖാർഗെ ചോദിക്കുന്നത്. മറ്റ് മതാചാരങ്ങളെ ഇങ്ങനെ വിമർശിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. മറ്റ് മതസ്ഥരെ ഇങ്ങനെ പരിഹസിക്കുന്നതിനെ പറ്റി അവർ ചിന്തിക്കുക പോലുമില്ല. ഇത്തരം പരാമർശങ്ങൾ ലജ്ജാകരമാണ്. കോൺഗ്രസുകാർക്ക് എങ്ങനെയാണ് ഹിന്ദുവിരുദ്ധ മാനസികാവസ്ഥയുണ്ടായതെന്നും അദ്ദേഹം ചോദിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15-ന് പ്രകടന പത്രിക പുറത്തിറക്കി ആം ആദ്മി പാർട്ടി. എഴുതി തയ്യാറാക്കിയ 15 വാഗ്ദാനങ്ങളുടെ പ്രകടന പത്രിക പുറത്തിറക്കിയത് ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളാണ്. കേജ്രിവാൾ കി ഗ്യാരണ്ടി എന്ന പേരിലാണ് പത്രിക പുറത്തിറക്കിയത്.
2020 തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളാണ് ആദ്യമായി ഗ്യാരണ്ടി എന്ന വാക്ക് ഉപയോഗിച്ചത് എന്ന അവകാശവാദത്തോടെയായിരുന്നു തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുടെ പ്രകാശനം. മുഖ്യമന്ത്രി അതിഷി, മന്ത്രിമാരായ സൗരഭ് ഭരദ്വാജ്, ഗോപാൽ റായ്, മുതിർന്ന നേതാവ് മനീഷ് സിസോദിയ എന്നിവരും കെജ്രിവാളിനൊപ്പം വേദിയിലുണ്ടായിരുന്നു. BJP അധികാരത്തിലെത്തിയാൽ ഡൽഹിയിൽ AAP ജനങ്ങൾക്ക് നൽകിയ സൗജന്യങ്ങളെല്ലാം നിർത്തലാക്കുമെന്നും അതുവഴി ഒരു കുടുംബത്തിന് പ്രതിമാസം 25,000 രൂപയുടെ അധിക ബാധ്യതയുണ്ടാകുമെന്നും കെജ്രിവാൾ മുന്നറിയിപ്പ് നൽകി. നടപ്പാക്കും എന്നുറപ്പുള്ള വാഗ്ദാനങ്ങളെ ആം ആദ്മി പാർട്ടി ജനങ്ങൾക്ക് നൽകാറുള്ളൂ. ഡൽഹിയിലെ റോഡുകൾ രാജ്യാന്തര നിലവാരമുള്ളതാക്കും. 24 മണിക്കൂറും മുടക്കമില്ലാത്ത ശുദ്ധജലം, യമുന ശുദ്ധീകരണം തുടങ്ങിയ വിഷയങ്ങൾ 2020 തന്നെ AAP ജനങ്ങൾക്ക് മുന്നിൽ വെച്ചതാണ്. എന്നാൽ കോവിഡ് വ്യാപനം കാരണം ഇവ പൂർത്തിയാക്കാനായില്ല. തുടർന്നാണ് രാഷ്ട്രീയ ഗൂഢാലോചന നടത്തി എതിരാളികൾ തങ്ങളെ ജയിലിലടച്ചത്. അതിനാൽ വാക്കു പാലിക്കാനായില്ല. വീണ്ടും അധികാരത്തിലെത്തിയാൽ ആദ്യ 3 വർഷത്തിനുള്ളിൽ ഈ 3 പദ്ധതികളും യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കുമെന്നും കെജ്രിവാൾ പറഞ്ഞു. പുതിയ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെ 1 മാസത്തിനിടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കിടെ പലതവണയായി പ്രഖ്യാപിച്ച കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ചാണ് ഇന്നലെ കെജ്രിവാൾ കി ഗ്യാരണ്ടി എന്ന പേരിൽ പ്രകടന പത്രിക ഇറക്കിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുക്കുവാനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച നടിക്ക് SITയുടെ നോട്ടീസ്. വ്യാഴാഴ്ച തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായി മൊഴി നൽകുവാൻ SIT ആവശ്യപ്പെട്ടു. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘം നൽകിയ നോട്ടീസ് അനുസരിച്ച് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായി മൊഴി നൽകിയില്ലെന്ന് നടി അറിയിച്ചു. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ 183 വകുപ്പ് പ്രകാരം മൊഴി രേഖപ്പെടുത്തുന്നതിന് മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെ ഹാജരാകാനാണ് നിർദ്ദേശം. നടി ഉച്ചയ്ക്ക് ഹാജരാകണമെന്നാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ക്രിമിനൽ കേസെടുക്കണമെന്ന ഉദ്ദേശത്തിലല്ല ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴി നൽകിയതെന്ന് നടി പറഞ്ഞു. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റൊരു സ്ത്രീക്കും ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാകരുത്. വിഷയത്തിൽ പരാതിയില്ലാത്തതിനാൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായ മൊഴി നൽകില്ലെന്നും നടി അറിയിച്ചു. SIT നോട്ടീസ് നൽകിയ വിവരം നടിയുടെ അഭിഭാഷകൻ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കേസെടുക്കാനുള്ള നിർദ്ദേശം ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിൽ സുപ്രീം കോടതി വിധി പറയാനിരിക്കെയാണ് അഭിഭാഷകൻ ഇക്കാര്യം അറിയിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. എന്നാൽ മൊഴി നൽകാൻ ആരെയും നിർബന്ധിക്കരുതെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. കേസിൽ മുന്നോട്ടു പോകാൻ താല്പര്യം ഇല്ലാതിരുന്നിട്ടും മൊഴി നൽകാൻ SIT നിർബന്ധിക്കുന്നുവെന്ന് കാട്ടിയാണ് നടി സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്താനുള്ള ഹൈക്കോടതി വിധിക്കെതിരെയുള്ള ഹർജികളിൽ ഉത്തരവിറക്കുമെന്ന് സുപ്രീം കോടതി നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ തിങ്കളാഴ്ച സുപ്രീം കോടതി ഉത്തരവിറക്കിയിട്ടില്ല. പരാതിയുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലാത്തവരുടെ കേസ് നടപടികൾ അവസാനിപ്പിക്കാമെന്ന് സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. US പ്രസിഡന്റായി സ്ഥാനമേറ്റെടുത്തതിനു ശേഷം ആദ്യമായി ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രസിഡന്റ് പദവിയിലെത്തി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇരുവരും തമ്മിൽ ഫോണിലൂടെ സംസാരിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഫോൺ സംഭാഷണത്തിനിടെ ചർച്ചയായതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആഗോള സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഇരു നേതാക്കളും ചർച്ചയിൽ തുറന്നു പറഞ്ഞതായാണ് സൂചന. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയതിന് പിന്നാലെ നവംബർ 7-നാണ് അവസാനമായി ഇരുവരും ഫോണിലൂടെ സംസാരിച്ചത്. ജനുവരി 20-ന് നടന്ന ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി S ജയശങ്കർ പങ്കെടുത്തിരുന്നു. അതിനിടെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടിയുമായി ട്രംപ് ഭരണകൂടം മുന്നോട്ടു പോവുകയാണ്. അനധികൃതമായി അമേരിക്കയിലെത്തിയവരെ കണ്ടെത്താനുള്ള വ്യാപകമായ പരിശോധനകളാണ് നടക്കുന്നത്. ആരാധനാലയങ്ങളെ പോലും ഉദ്യോഗസ്ഥർ പരിശോധനകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റാണ് അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള നിരീക്ഷണങ്ങളും പരിശോധനകളും നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി സിഖ് മതവിശ്വാസികളുടെ ഗുരുദ്വാരകളിലും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലുമാണ് സംഭവം. കുടിയേറ്റക്കാരെ സംരക്ഷിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് പരിശോധന. കുടിയേറ്റ നിയമത്തെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നാണ് ഹോംലാൻഡ് സെക്യൂരിറ്റി വിശദീകരിക്കുന്നത്. പുറത്തുനിന്ന് വന്ന കൊലപാതകികളെയും സ്ത്രീ പീഡകരെയും പിടികൂടാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. കുറ്റവാളികൾക്ക് അറസ്റ്റ് ഒഴിവാക്കാൻ അമേരിക്കയിലെ സ്കൂളുകളിലും ആരാധന കേന്ദ്രങ്ങളിലും ഇനി ഒളിക്കാനാകില്ല. സർക്കാർ സുരക്ഷാ ഏജൻസികളുടെ കൈകെട്ടിയിട്ടില്ലെന്നും ഹോംലാൻഡ് സെക്യൂരിറ്റി വിശദീകരിക്കുന്നു.
എന്നാൽ സർക്കാർ ഏജൻസികളുടെ അകത്തു പ്രവേശിച്ചുള്ള പരിശോധനകളിൽ ചില സിഖ് സംഘടനകൾക്ക് അതൃപ്തിയുണ്ട്. ഗുരുദ്വാരകളുടെ പവിത്രതയെയും തങ്ങളുടെ വിശ്വാസത്തെയും ബാധിക്കുന്നതാണ് നടപടികളെന്നാണ് ഇവരുടെ വാദം. ഗുരുദ്വാരകളെ ലക്ഷ്യം വെച്ചുള്ള നീക്കം വിശ്വാസികളെ അപമാനിക്കാനാണെന്ന വാദമാണ് ഇവരുയർത്തുന്നത്. പുതിയ മാറ്റത്തെ തുടർന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ നേതൃത്വത്തിൽ വാറണ്ടോടുകൂടിയോ അല്ലാതെയോ പെട്ടെന്ന് പരിശോധനകളും റെയ്ഡുകളും നടത്താൻ സാധിക്കും. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.